പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നതോടുകൂടി ഇനി വരാൻ പോകുന്ന ഭരണഘടനാപരമായ സമിതികളിലും സ്റ്റാറ്റ്യൂട്ടറി സമിതികളിലും തിരഞ്ഞെടുപ്പ് ഈ പ്രതിപക്ഷത്തിൻ്റെ കൂടി ശബ്ദമുണ്ടാവും. അതിൽ ഉദാഹരണത്തിന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിജിലൻസ് കമ്മീഷൻ, ഇതിലൊക്കെ കഴിഞ്ഞ വർഷം വരെ ഈ സർക്കാരിൻ്റെ തന്നിഷ്ടമാണ് നടന്നിരുന്നതെങ്കിൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, ഈ എം പിമാരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് സഭയിൽ ശബ്ദിക്കാനുള്ള അവസരം കുറയുന്നു. കഴിഞ്ഞ തവണ ശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ശബ്ദം അത്ര കേട്ടാൽ മതി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിധി എഴുതി. അങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ നേതാവിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടത്. ഓരോ എം പിമാരുടെയും എണ്ണം കുറഞ്ഞപ്പോൾ പാർട്ടിക്ക് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. പക്ഷേ ഇത്തവണ എങ്ങനെയല്ല. അതുകൊണ്ട് ശബ്ദം കേൾക്കും, അതുകൊണ്ട് BJP അത് കേൾക്കും. ആ BJP ജനാധിപത്യപരമായി തന്നെ ആ കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവ് വന്നു, പ്രതിപക്ഷ നേതാവിനെ കൈകൊടുത്തു. ആ കാഴ്ചയൊക്കെ വളരെ പോസിറ്റീവായ ഒരു കാഴ്ച കൂടിയല്ലേ. അതായത് മോദിയുടെ 3-ാം ഊഴം കൂടുതൽ ജനാധിപത്യം വൽക്കരിക്കപ്പെട്ട 3-ാം ഊഴമാകുമെന്നൊരു പ്രതീക്ഷ റഹീം താങ്കൾക്കുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അതാണ് ജനം ആഗ്രഹിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അതിനെ നമ്പർ കൊണ്ട് ഇവർ ഒരുപക്ഷെ അതിനെ അട്ടിമറിച്ചേക്കും. ഇപ്പോൾ ഉദാഹരണം താങ്കൾ പറഞ്ഞല്ലോ, ഇവിടെ വിവിധ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ, ബോഡികളിലേക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് അവിടുത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആദ്യം പറഞ്ഞ ഭാഗം നോക്കൂ അരുൺ, ഇതിനെയൊക്കെ വേണമെങ്കിൽ നിയമഭേദഗതി കൊണ്ടുവന്ന് മാറ്റിയേക്കുന്നവർ. LOPയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടി നിയമഭേദഗതി കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എണ്ണം വെച്ചിട്ട് ഇപ്പോൾ പാർലമെന്റ് നമ്മുടെ ലോക്സഭയിലെ അവരുടെ എണ്ണം വെച്ചിട്ട് അതിനെ അട്ടിമറിക്കാനുള്ള നീക്കം അവർ തുടർന്നുകൊണ്ടേയിരിക്കും. അവസാന ശ്രമം അവർ നടത്തും. പക്ഷേ ഇതിൽ അരുൺ സൂചിപ്പിക്കാത്ത വേറൊരു ഭാഗമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ, ബില്ലുകൾ രാജ്യസഭ കൂടി കടന്നു വരണമല്ലോ. ഇപ്പൊ രാജ്യസഭയിൽ ഇവർക്ക് പഴയതുപോലെ ഇനി ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഉദാഹരണത്തിന് BJD കൂടി ഇത്തരത്തേക്ക് വരികയാണ്. BJD ഏതാണ്ട് ആ തീരുമാനത്തിലേക്ക് ഉറച്ചു കഴിഞ്ഞു. YSRCP ഇന്നിപ്പോൾ എടുത്തത് വളരെ ആത്മഹത്യാപരമായൊരു നിലപാടാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ അതിന് ഒരു ഡബിൾ എഡ്ജഡാണ് എന്ന് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നിരീക്ഷിക്കാം. YSRCP ഇന്ന് ഓം ബിർളയ്ക്ക് 4 എംപിമാർ മാത്രമാണ് ലോക്സഭയിലുള്ളത്. YSRCPക്ക് അവരിന്ന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. രാജ്യസഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 10 ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. 10 9 ആണ് അവരുടെ നമ്പർ. BJDക്ക് 9 ആണ്. BJDക്ക് ഉള്ളത്, ബിജു ജനതാദളിന് ഉള്ളത് 9 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം ആ 9 പേർ കൂടി ഇങ്ങോട്ട് മാറുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുടനീളം നിർണായകമായ ബില്ലുകൾ കടന്നു പോകാൻ, കടമ്പ കടക്കാൻ ഈ BJDയുടെ പിന്തുണ നിർണായകമായിരുന്നു രാജ്യസഭയ്ക്കകത്ത്. ഇനി അത് കിട്ടില്ല. YSRCPയുടെ 10 പേരുടെ പിന്തുണയും വളരെ നിർണായകമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇനി അത് എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. ഇനി അവിടെ വരാവുന്ന ഡബിൾ എഡ്ജറാണ് എന്ന് ഞാൻ പറയാൻ കാരണം, YSRCP അങ്ങനെ അടുപ്പം ഈ ഗവൺമെന്റിനോട് കാണിച്ചാൽ, ഗവൺമെന്റ് തിരിച്ച് YSRCPയോടും അടുപ്പം കാണിച്ചാൽ TDP അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യവും വളരെ നിർണായകമാണ്. അപ്പോൾ YSRCP അവർക്ക് അങ്ങനെ കൂടെ നിർത്തണമെന്ന് നിർബന്ധിതമായാൽ TDP അതിനോടൊന്ന് സമീപനമെടുക്കും. ബദ്ധവൈരിക്കാണ്. അപ്പോൾ ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അമിതാധികാര പ്രവണതകൾ പാർലമെന്റിന് പുറത്ത് EDയും CBIയും എല്ലാം ഉപയോഗിച്ച് ജനനേതാക്കളെ വേട്ടയാടുന്നു, ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തുടർന്നേക്കാം. പക്ഷെ പാർലമെന്റിനകത്ത് അവരാഗ്രഹിച്ചാലും പറ്റാത്ത വിധമുള്ള ചില ഹഡിൽസ് അവർക്കിടയിൽ വന്നിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. വന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനിടയിൽ നിർത്തിക്കൊണ്ട് അത് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജിലുണ്ട്. നരേന്ദ്രമോദി കുറെ കൂടി അവരുടെ ട്രഷറി ബെഞ്ചായി കുറെ കൂടി ഡിഫൻസിലാകുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് വളരെ വിസിബിൾ ആണത്. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ തവണ ഓം ബിർള 17ാം ലോക്സഭ നിയന്ത്രിച്ചതിന്റെ പ്രത്യുപകാരമാണ് എന്ന രീതിയിലാണ് ഇന്ന് സഭയിൽ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചത്. വളരെ സ്തുത്യർഹമായ രീതിയിൽ നിസ്തുല സേവനത്തിന് നന്ദി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി. Debate with Arun Kumar.